നമസ്കാരം. അങ്ങനെ ഒടുവിൽ CPM-ന്റെയും LDF-ന്റെയും കടുത്ത മാർക്കിങ്ങിനിടയിലും രാഹുൽ മാങ്കൂട്ടം ഗോൾ അടിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന പത്തനംതിട്ടക്കാരൻ യുവ നേതാവ് പാലക്കാട് നിന്ന് സഭയിലേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ യുവ ശബ്ദങ്ങളിലൊന്നായ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് ലോകസഭയിലേക്ക് പോകുമ്പോൾ വിഷ്ണുനാഥിനും മാത്യു കുഴൽനാടനും കൂട്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാ നിയമസഭയിലേക്ക് വലത് കാലെടുത്ത് വയ്ക്കുന്നു. ഇതുവരെ നിയമസഭയ്ക്ക് പുറത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിലും യുവജന പ്രക്ഷോഭത്തിലും മുൻകൈയിൽ നിന്ന് പോലീസിനോടൊപ്പം നെഞ്ചുകൊടുത്ത് നിന്ന് തല്ലുകൊണ്ട് കൂട്ടുകാർക്ക് വേണ്ടി തല്ലുവാങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ മുതൽ നിയമസഭയിൽ തൻ്റെ പ്രിയപ്പെട്ട വിഷ്ണുനാഥിനോടൊപ്പവും വിഷ്ണു ചേട്ടൻ എന്ന് രാഹുൽ വിളിക്കുന്ന വിഷ്ണുനാഥിനോടൊപ്പവും മാത്യു കുഴൽനാടനോടൊപ്പവും കോൺഗ്രസിലെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ് പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പവും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പവും ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ യുവതുർക്കികൾക്കുമെതിരെ ശബ്ദമുയർത്താൻ സഭയിൽ രാഹുൽ മാങ്കൂട്ടം എത്തുന്നു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥി ആകുന്നത് മുതൽ പാർട്ടിക്കകത്തെ പടയൊരുക്കം മുതൽ പാർട്ടിക്ക് പുറത്ത് CPM ഒരുക്കിയ കെണി മുതൽ രാഹുൽ ശരിക്കും ഒരു മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ ഉണ്ടായ ഒരു അവസ്ഥ പോലെ നിന്ന് അദ്ദേഹം പടവെട്ടിയാണ് ഇന്നിപ്പോൾ 18,000-ൽ അധികം വോട്ടിൽ പാലക്കാട് വിജയിച്ചിരിക്കുന്നത്. ഞങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഞങ്ങളുടെ ക്രൈമിൻ്റെ ചീഫ് എഡിറ്റർ നന്ദകുമാർ സാറും ഞങ്ങൾ അടങ്ങുന്ന ഒരു ടീം പാലക്കാട് പോകുമ്പോൾ പാലക്കാടുകാർ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് രാഹുലിനെ ഇഷ്ടമാണ്, രാഹുൽ ജയിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ മാധ്യമങ്ങളും മറ്റും ഒക്കെ ഇത്രയും വളരെ വലിയൊരു സർവേയും കാര്യങ്ങളും വോട്ടെടുപ്പിൽ ഉടനീളം സഞ്ചരിക്കുമ്പോഴും രാഹുലിന് കിട്ടിയ വോട്ടിൻ്റെ ആ അന്തർധാരയെക്കുറിച്ച് തുടക്കം മുതൽ ഇതുവരെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കോൺഗ്രസിൻ്റെ VK ശ്രീകണ്ഠൻ എന്ന നേതാവ് പറഞ്ഞ വാക്കുകളാണ്. കൂടാതെ VK ശ്രീകണ്ഠൻ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. മാധ്യമങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ഈ തെരഞ്ഞെടുപ്പ് വിജയം വരെ ഒരിക്കൽ പോലും രാഹുലിന് ഇത്രയധികം ഭൂരിപക്ഷം കിട്ടുമെന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. അതായത് അവരുടെയൊക്കെ പ്രവചനങ്ങൾക്കപ്പുറം അവരുടെ കണ്ടെത്തലുകളിൽ ഒന്നും തന്നെ ഒരു അടിയൊഴുക്ക് രാഹുലിനോട് ഒരു ഇഷ്ടം പാലക്കാടുകാർക്ക് തുടക്കം മുതൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ആർക്കും തന്നെ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയ്ക്ക് പുറത്ത് നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴും അല്ലാതെയും യൂത്ത് കോൺഗ്രസിന് വേണ്ടിയും KSUവിന് വേണ്ടിയും നിരവധി സമര പോരാട്ടങ്ങൾക്ക് മുൻനിരയിൽ നിന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ സഭയിലേക്ക് വരുമ്പോൾ കോൺഗ്രസിലെ പുതുമുഖ നിര ഒരു പുതുമുഖ നിര കോൺഗ്രസിൽ കാണാനാകുന്നു. അതായത് രമേശിനും സതീശനും VD സതീശനും ശേഷം ഇപ്പോൾ ഇതാ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും വിഷ്ണുനാഥും എടുത്തു പറയത്തക്ക ഒരു വലിയ നിര. അംഗസംഖ്യയിൽ കുറവാണെങ്കിലും കോൺഗ്രസിന് എടുത്തു പറയത്തക്ക കോൺഗ്രസിന് ഒരു എതിർ ശബ്ദമായി പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയും സഭയിൽ പറയാൻ ഒരു ശബ്ദമായി രാഹുൽ ഇതാ ജയിച്ചിരിക്കുന്നു. ഇന്നലെ നിയമസഭയ്ക്ക് പുറത്ത് സമരങ്ങൾ നയിച്ചിരുന്ന രാഹുലാണ് എന്നുണ്ടെങ്കിൽ നാളെ മുതൽ സഭയ്ക്കകത്ത് ഒരു യുവ തുർക്കിയായി കോൺഗ്രസിൻ്റെ UDF-ന്റെ ഒരു ശബ്ദമായി രാഹുൽ മാങ്കൂട്ടം ഉണ്ടാകും. തൻ്റെ പ്രിയപ്പെട്ട KSU കാലം മുതലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സീനിയേഴ്സായി പാർട്ടിയിൽ ഉണ്ടായിരുന്ന നിരവധി പേർക്കൊപ്പം. നന്ദി, നമസ്കാരം.